ഇതേ രാവിലെ തന്നെ പോത്തൂട്ടന്മാരെ കുളിപ്പിക്കണ വേറൊന്നുമല്ല, നമ്മൾ പോത്തൂട്ടന്മാരെ കൊടുത്തായിരുന്നു. കൊടുത്തിട്ടിപ്പോൾ ഈ മഴയ്ക്ക് മുമ്പ് നമ്മൾ സെയിൽ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഇപ്പോൾ ഇടണമെന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 1-2 പേഴ്സണൽ ആവശ്യങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് ഇവന്മാരെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അത് കാരണമാണ് കൊടുക്കണത്. ഞാനല്ലാതെ വേറെ ആരടുത്ത് ചെന്നാലും പണിയാണ്. എല്ലാവരും ഈ കുത്താൻ വേണ്ടി ചെല്ലും. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ എടുക്കാൻ പറ്റണില്ല. പാടത്ത് കെട്ടിയിട്ട് വന്നാലും തിരിച്ച് വരുമ്പോഴത്തേക്ക് ഉമ്മാരെ അഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഉമ്മാർ കുത്താൻ വേണ്ടി ഇങ്ങനെ ചെല്ലുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവർ വന്നതിന് മുമ്പ് ഒന്ന് കുളിപ്പിച്ചൊക്കെ നിർത്തിയതാണ്. നമ്മുടെ അടുത്ത സ്ഥലത്ത് തന്നെ, കാട്ടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ആൾക്കാർ വന്നത്. ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് വന്ന് കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് വിളിച്ചപ്പോൾ അവിടെ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അവരെ കുറച്ച് വാഴയൊക്കെ നശിപ്പിച്ചെന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നാലും അവിടെ ഉണ്ടെന്ന് കേട്ടതിൽ സന്തോഷം. ഇനിയിപ്പോൾ പെരുന്നാളായതുകൊണ്ട് ചിലപ്പോൾ അവർ മറിച്ച് വിൽക്കാം, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഞാൻ അധികം കാര്യങ്ങളൊന്നും അതിനകത്തേക്ക് തിരക്കാനും പോയില്ല. അപ്പോൾ എന്നോട് രാവിലെ ഒന്ന് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് നിർത്താൻ പറഞ്ഞു. ഞാനങ്ങനെ നിർത്തി. ഇതവരെ കൊണ്ടുപോയ വണ്ടിയാണ്, അവരാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ അകത്തേക്ക് കയറ്റിക്കൊണ്ട് ആ സീനൊന്നും എനിക്ക് എടുക്കാനും സാധിച്ചില്ല. അപ്പോൾ എവിടെയാണേലും നല്ലോണം ഇരുന്നാൽ മതിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ, ഒരിക്കലും ഞാൻ ഉറപ്പ് പറയില്ല അവർ വളർത്താനോ കൊണ്ടുപോയെന്ന് ഞാൻ പറയില്ല. അവർ എന്നോട് ഓൾറെഡി പറഞ്ഞായിരുന്നു അവർക്ക് മറിച്ച് കച്ചവടമാണ്, അപ്പോൾ ചിലപ്പോൾ അവർ മറിച്ച് കച്ചവടം ചെയ്യുന്നു എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനൊരു സാഹചര്യം വരുമ്പോഴേ, നമുക്ക് ഒട്ടും നിർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ കൊടുക്കണേ. ഇല്ലെങ്കിൽ ഞാൻ പരമാവധി നിർത്തിയേനെ. കാരണം അവരെ വളർച്ചയൊന്നും ആയിട്ടില്ല, ഇനി വളരാനുണ്ടാവുമാർ. പക്ഷെ പിന്നെ നമ്മളങ്ങ് കൊടുത്തു. പോയപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി. എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്.